103 കോടി രൂപ ഈ സംസ്ഥാനത്തിന്റെ പണം പോയി. ആരാ സാർ ഉത്തരവാദി? ആരാ ഉത്തരവാദി? എന്തിനാണ് ഫെഡറൽ ബാങ്കിൽ കിടന്നിരുന്ന പണമെടുത്ത് ഡിബഞ്ചറിൽ കൊണ്ടുപോയി മുങ്ങാൻ പോകുന്ന പൊട്ടുമെന്ന് ഉറപ്പുള്ള കടം കയറി മുടിഞ്ഞ അനിൽ അംബാനിയുടെ കമ്പനിയിൽ പോയിട്ടത്? കമ്മീഷൻ മേടിച്ചിട്ട് ഒരു നടപടി നിങ്ങൾ എടുത്തോ? നിങ്ങൾക്കൊരു മറുപടി ഉണ്ടോ? കരുതൽ ധനം കൊണ്ടുപോയി ഡിബഞ്ചറിലിടുവോ, സ്റ്റോക്കിലിടുവോ, കൊണ്ടുപോയി ഇടുവോ? എന്തും ചെയ്യാൻ മടിക്കില്ല. തോമസ് ഐസക് വന്ന് പറഞ്ഞു AA+ റേറ്റിംഗ് ഉണ്ടെന്ന്. ഞാൻ ആ റേറ്റിംഗ് ഏജൻസിയുടെ മുഴുവൻ റിപ്പോർട്ടും പുറത്തെടുത്ത് വായിച്ചു. പിന്നെ തോമസ് ഐസക്കിനെ കണ്ടിട്ടില്ല, ധനകാര്യമന്ത്രി ഞാൻ കണ്ടിട്ടില്ല. മറുപടി പറയാം. നിങ്ങളുടെ റേറ്റിംഗ് ഏജൻസി നിങ്ങൾക്ക് തന്ന ആ റേറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സിസ്റ്റർ കൺസേൺ ഡീഗ്രേഡാണ്, തകർന്നിരിക്കുകയാണ്. അപ്പോൾ വാച്ച് ചെയ്യണം, സൂക്ഷിച്ചിട്ട് വേണം ഇടാൻ. ഇതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അംഗീകാരമില്ല, സെബിയുടെ അംഗീകാരമില്ല. സെബിയുടെ അംഗീകാരമില്ലാത്ത, സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അംഗീകാരമില്ലാത്ത ഈ പൂട്ടാൻ പോകുന്ന കമ്പനിയിൽ ഫെഡറൽ ബാങ്കിലെ നിക്ഷേപം കൊണ്ടുപോയിട്ട് തൊലച്ചു.